ഹലോ എവ്രിവൺ, എല്ലാവർക്കും ലെയിൻ ഗിറ്റാറിലേക്ക് സ്വാഗതം. ഞാൻ വരുൺ. ഇന്നിവിടെ സാൾട്ട് ആൻഡ് പെപ്പർ എന്ന മലയാളം ഫിലിമിലെ പ്രേമിക്കുമ്പോൾ നീയും ഞാനും എന്ന സോങ്ങിൻ്റെ ട്യൂട്ടോറിയലാണ് ഞാൻ ചെയ്യുന്നത്. സോ നിങ്ങൾക്കിത് കണ്ട് ലേൺ ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. സോ ഹാപ്പി ലേണിംഗ്. സോ ആദ്യമേ ഇതിൻ്റെ നോട്ട്സുകൾ എങ്ങനെ വരുമെന്നുള്ളത് നോക്കാം. നോട്ട്സ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. പാട്ടിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റാർട്ടിംഗ് ബിറ്റുണ്ട്, അതാണ് ഞാൻ ആദ്യമേ പ്ലേ ചെയ്യുന്നത്. സോ ഇതാണ് ആ സ്റ്റാർട്ടിംഗ് ബിറ്റ്. ആ സ്റ്റാർട്ടിംഗ് ബിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഫസ്റ്റ് സ്ട്രിങ്ങിലെ ഡി ഷാർപ്പിൽ നിന്നാണ്. സോ ഫസ്റ്റ് സ്ട്രിങ്ങിലെ 11th ഫ്രെറ്റ് എന്ന് പറയുന്നത് ഡി ഷാർപ്പാണ്. സോ ഡി ഷാർപ്പാണ് ആദ്യത്തെ നമ്മുടെ നോട്ട് എന്ന് പറയുന്നത്. സോ ഡി ഷാർപ്പ് ഇ, സോ ഡി ഷാർപ്പ് ഇ, ഡി ഷാർപ്പ്, സി ഷാർപ്പ്. സോ നിങ്ങൾക്ക് വായിക്കാൻ എളുപ്പമുള്ള രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞുതരാം. ആദ്യമേ ഡി ഷാർപ്പ്, പിന്നീട് ഇ, വീണ്ടും ഡി ഷാർപ്പ്, പിന്നീട് സി ഷാർപ്പ്. ഇത്രയും ഫസ്റ്റ് സ്ട്രിങ്ങിൽ വായിക്കുക. അതിന് ശേഷം സെക്കൻഡ് സ്ട്രിങ്ങിലെ 12th ഫ്രെറ്റ് നോക്കുക. നോട്ട് വൈസ് ഞാൻ പറയുകയാണെങ്കിൽ ഡി ഷാർപ്പ്, ഇ, ഡി ഷാർപ്പ്, സി ഷാർപ്പ്, ബി ആണ്. പക്ഷേ ബി എന്ന് പറയുന്നത് മാത്രം നമ്മൾ സെക്കൻഡ് സ്ട്രിങ്ങിലാണ്. ആദ്യത്തെ നോട്ടുകൾ, അതായത് ഈ ഡി ഷാർപ്പ്, ഇ, ഡി ഷാർപ്പ്, സി ഷാർപ്പ്, ഇത്രയും ഫസ്റ്റ് സ്ട്രിങ്ങിലാണ് വായിക്കുന്നത്. അതിനുശേഷമുള്ള ഈ ബി എന്ന് പറയുന്നത് സെക്കൻഡ് സ്ട്രിങ്ങിലാണ് നമ്മൾ വായിക്കുന്നത്. സ്പീഡായിട്ട് വായിക്കുക. നമ്മൾ ഇങ്ങനെ വരും. അതാണ് ആദ്യത്തെ പാർട്ടിലെ സബ് പാർട്ട് എന്ന് പറയുന്നത്. അടുത്ത പാർട്ട് ഇതാണ്. ആ പാർട്ട് എന്ന് പറയുന്നത് 4 നോട്ടുകളാണ്. ആദ്യത്തെ 2 നോട്ട് സെക്കൻഡ് സ്ട്രിങ്ങിൽ വായിക്കും. അതായത് എ ഷാർപ്പ്, ബി, അതിനുശേഷം ഫസ്റ്റ് സ്ട്രിങ്ങിലെ ഡി ഷാർപ്പും സി ഷാർപ്പും ഒരുമിച്ച് വായിക്കുമ്പോൾ ഡി ഷാർപ്പ്, സി, ഡി ഷാർപ്പ്, ഡി ഷാർപ്പ്, ഇ, ഡി ഷാർപ്പ്, സി ഷാർപ്പ്, ബി, അതിനുശേഷം എ ഷാർപ്പ്, ബി, ഡി ഷാർപ്പ്, സി ഷാർപ്പ്. ഇതാണ് ആ പാർട്ട്. ഇനി ഒരു നോട്ട് ഇറക്കി വീണ്ടും വായിക്കും. ഇതാണ് നമുക്ക് നോക്കേണ്ടത്. ഈ നോട്ട് എന്ന് പറയുന്നത് സി ഷാർപ്പ്, ഫസ്റ്റ് സ്ട്രിങ്ങിലെ സി ഷാർപ്പ്, ഡി ഷാർപ്പ്, സി ഷാർപ്പ്, ഡി ഷാർപ്പ്, സി ഷാർപ്പ്, അതിനുശേഷം സെക്കൻഡ് സ്ട്രിങ്ങിലെ, അതായത് ബിയും അതുപോലെ തന്നെ എ ഷാർപ്പും വരും. അടുത്ത ഈ പാർട്ട് എന്ന് പറയുന്നത് ജി ഷാർപ്പ്, എ ഷാർപ്പ്, ബി, സി ഷാർപ്പ്, ബി വരും. അതിന് ശേഷമുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്.
അതേ പാറ്റേൺ തന്നെയാണ്. നോട്ട് എന്ന് പറയുന്നത് ജി ഷാർപ്പ്, ഡി ഷാർപ്പ്, അതിനുശേഷം സി ഷാർപ്പ്, ബി വരും. ഇനി ഇതേ പാറ്റേൺ, ഈ പാറ്റേൺ എന്ന് ഉദ്ദേശിക്കുന്ന ആ നോട്ടിൻ്റെ വ്യത്യാസങ്ങളാണ്. അതായത് ആദ്യമേ എല്ലാത്തിലും ഓരോ നോട്ട് ഇറക്കിയാണ് വായിക്കുന്നത്. ആദ്യത്തെ പാറ്റേണിൽ ഞാൻ പറഞ്ഞു ഇത് ഡി ഷാർപ്പ് ഇ ആണ്, അതിനുശേഷം ഡി ഷാർപ്പ് ഇ, ഡി ഷാർപ്പ് സി ആയിരുന്നു വായിച്ചത്. സോ രണ്ടാമത്തെ പാട്ടിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് സി ഷാർപ്പ്, ഡി ഷാർപ്പ്, സി ഷാർപ്പ്, ബി. കണ്ടോ, ഒരു നോട്ട് ഇറക്കി വായിച്ചങ്ങ് പോയേക്കാണ്. സോ അതിൻ്റെ ലാസ്റ്റ് പാട്ടെന്ന് പറയുമ്പോൾ ഇത്രയും വരെ കണ്ട്. ഇനി അടുത്തത് ഇതാണ് ഇനി അടുത്ത വായിക്കാനുള്ളത്. അതേ പാറ്റേൺ തന്നെയാണ്, ഒരു നോട്ട് കൂടെ ഇറക്കി വായിക്കും. അതായത് ബി, സി ഷാർപ്പ്, ബി, എ ഷാർപ്പ് വരും. സോ ബി, സി ഷാർപ്പ്, ബി, എ ഷാർപ്പ്, ബി, സി ഷാർപ്പ്, ബി, എ ഷാർപ്പ്, ജി ഷാർപ്പ്. ആ നോട്ട് എന്ന് പറയുന്നത് ജി ഷാർപ്പ്, ജി ഷാർപ്പ്, ബി, എ ഷാർപ്പ്. ഈ 4 നോട്ടാണ്. പക്ഷെ നമുക്ക് സ്റ്റൈലി വായിക്കുകയാണെങ്കിൽ കണ്ടില്ലേ, അതായിരിക്കും കേൾക്കാൻ നല്ല രസം. പ്ലെയിനായിട്ട് വായിക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. അതായത് ഈ നോട്ട് എന്ന് പറയുന്നത് ജി ഷാർപ്പ്, ബി, എ ഷാർപ്പ് വരും. നമ്മൾ സ്റ്റൈലി വായിക്കുകയാണെങ്കിൽ ബി, ഈ നോട്ട് സെയിം ആണ്, പക്ഷേ സ്ട്രിങ്ങിൽ അപ്ലൈ ചെയ്യുന്ന ചെറിയ വ്യത്യാസമാണ്. ലാസ്റ്റ് പാർട്ടാണ്. ആ നോട്ട് എന്ന് പറയുന്നത് എ ഷാർപ്പ്, ബി, എ ഷാർപ്പ്, ബി, എ ഷാർപ്പ്, ജി ഷാർപ്പ്. ഈ പാർട്ട് എന്ന് പറയുന്നത് ജി ഷാർപ്പ്. ഇത് ഫസ്റ്റ് സ്ട്രിങ്ങിൽ തന്നെയാണ് ഞാൻ ഈ വായിച്ചേക്കുന്നത്. ഇത് ഡി ഷാർപ്പാണ്. സെക്കൻഡ് സ്ട്രിങ്ങിലെ 4th ഫ്രെറ്റ് എന്ന് പറയുന്നത് ഡി ഷാർപ്പാണ്. അത് ആ നോട്ടിന് കുറച്ചുകൂടെ കേൾക്കാൻ രസം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രിങ് ഞാൻ ചൂസ് ചെയ്തത്. വേണമെങ്കിൽ 3rd സ്ട്രിങ്ങിൽ വേണമെങ്കിലും വായിക്കാം. 3rd സ്ട്രിങ്ങിലും ഡി ഷാർപ്പുണ്ട്, ബട്ട് സെക്കൻഡ് സ്ട്രിങ്ങിലെ ഡി ഷാർപ്പാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം പ്ലക്ക് ചെയ്ത് വായിക്കാം. ഇങ്ങനെ വരും. കണ്ടില്ലേ, ഈ നോട്ട് എന്ന് പറയുന്നത് ഡി ഷാർപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ജിയിൽ കൊണ്ട് നിർത്തിയേക്കുകയാണ് സെക്കൻഡ് സ്ട്രിങ്ങിൽ. ഇതാണ് ആ ബിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ബിറ്റ് തന്നെ പിന്നീട് നമ്മൾ നേരെ പല്ലവി പാട്ട് സോങ്ങാണ് പ്ലേ ചെയ്യുന്നത്. അതിനുശേഷം സോങ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബിറ്റ് കൂടെ കേൾക്കാം. ഈ സെയിം ബിറ്റുകളും നോട്ടുകളൊക്കെ സെയിമാണ്, പക്ഷേ സ്റ്റൈലിൽ ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയാണ്, ഞാൻ പിന്നീട് അത് കാണിക്കത്തില്ല. ഈ പാട്ട് സെയിം തന്നെയാണ്, ഇതും സെയിം തന്നെയാണ്, നമ്മൾ പഠിച്ചതാണ്. പിന്നെ വ്യത്യാസം വരുന്നത് ഇതിനാണ്. നമ്മൾ നേരത്തെ പഠിച്ചത് ഇങ്ങനെയായിരുന്നു. അതായത് ബി, സി ഷാർപ്പ് ആണ് നമ്മൾ പ്ലേ ചെയ്തത്. അതിന് വരെ ഇവിടെ നമ്മൾ ബി, ഇത്ര നോട്ട് കൂടെ ആഡ് ചെയ്യും. ബി, ഡി ഷാർപ്പ്, ഇ വരും. ബി, ഡി ഷാർപ്പ്, ഇ, ഡി ഷാർപ്പ്, സി ഷാർപ്പ് വരും. ഇങ്ങനെ വരും.
സോ ബി, ഡി ഷാർപ്പ്, ഇ, ബി, ഡി ഷാർപ്പ്, ഇ, ബി, ഡി ഷാർപ്പ്, ഇ, ഡി ഷാർപ്പ്, സി ഷാർപ്പ്, അതിനുശേഷം എ ഷാർപ്പിൽ വരും. ഇതാണ് സംഭവം. സോ ബി, ഡി ഷാർപ്പ്, ഇ, ഡി ഷാർപ്പ്, സി ഷാർപ്പ്, അതിനുശേഷം കണ്ടില്ലേ, ഈ നോട്ട് എന്ന് പറയുന്നത് എ ഷാർപ്പ്, സി ഷാർപ്പ്, ബി ആണ്. അതിനുശേഷം ബാക്കി സെയിമാണ്, ആദ്യത്തെ സ്റ്റാൻസിൽ കണ്ടത് തന്നെയാണ്. അപ്പോൾ ഇതാണ് ആ വേരിയേഷൻ. പിന്നീടാണ് നമ്മുടെ പല്ലവി സ്റ്റാർട്ട് ചെയ്യുന്നത്, പ്രേമിക്കുമ്പോൾ എന്നുള്ളത്. ആ നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അതായത് എ ഷാർപ്പ്, ബി, അത് 2 തവണ എ ഷാർപ്പ്, ബി, എ ഷാർപ്പ്, ബി. ആ നീയും ഞാനും ആ സ്റ്റാൻസ് എല്ലാം സെയിം തന്നെയാണ്. ആ നേരിൽ വീഴും പൂക്കൾ എന്നുള്ളതാണ് ഇവിടുന്ന് വരുന്നത്. ജി, സോ ജി, ജി ഷാർപ്പ്, എ ഷാർപ്പ്, അതിനുശേഷം സി ഷാർപ്പ് വരും. കണ്ടില്ലേ ആ സ്റ്റൈലിൽ വായിക്കുമ്പം. ആ പൂക്കൾ എന്ന് പറഞ്ഞ് ഇവിടെ നിർത്തിയേക്കുകയാണ്. ബി, എ ഷാർപ്പിൽ വരും. അത് 2 തവണ വായിക്കും. അതിനുശേഷം ആ ഓളങ്ങൾ എന്നുള്ളതാണ് ഈ നോട്ട് എന്ന് പറയുന്നത്. എ ഷാർപ്പ്, സി ഷാർപ്പ്, സി ആണ് വരുന്നത്. സോ എ ഷാർപ്പ്, സി ഷാർപ്പ്, സി, സി ഷാർപ്പ് വരും. അത് സ്റ്റൈൽ ചെയ്ത് നമുക്ക് വായിക്കാം, പ്ലക്ക് ചെയ്ത്. അത് 2 തവണ വരും. അതിനുശേഷം ഈ പാർട്ടാണ്. ആ നോട്ടുകളും വളരെ എളുപ്പമാണ്. ഫസ്റ്റ് സ്ട്രിങ്ങിലെ ഈ 2 നോട്ടുകൾ, അതായത് ഡി ഷാർപ്പ്, ഇയും, ഡി ഷാർപ്പ്, ഇ, ഡി ഷാർപ്പ്, ഇ, ഡി ഷാർപ്പ്, ഇ, അത് ഡി ഷാർപ്പ്, ഇ, ഡി ഷാർപ്പ്, ഇ, ഡി ഷാർപ്പ്, അങ്ങനെയാണ് നിർത്തുന്നത്. അതേപോലെ അടുത്ത പാറ്റേൺ ഇവിടെ വരുന്നത് ഇതേ പാറ്റേൺ തന്നെ ഇവിടെ, അതായത് സി ഷാർപ്പ്, ഡി ഷാർപ്പ്, സി ഷാർപ്പ്, ഡി ഷാർപ്പ്, സി ഷാർപ്പ്. അതേപോലെ ഇവിടെ ബി, സി ഷാർപ്പ്, ബി, സി ഷാർപ്പ്, ബി, എ ഷാർപ്പ്. പിന്നീട് ഇന്നും അലയുകയല്ലേ എന്നുള്ളൊരു വരിയുണ്ട്. ആ ഇന്നും എന്നുള്ളതാണ് ഈ നോട്ട്, എ ഷാർപ്പ്. അപ്പോൾ ആദ്യമേ ഇവിടെ തന്നെ എ ഷാർപ്പിൽ തന്നെ 2 സ്ട്രൈക്ക്, പിന്നീട് എ ഷാർപ്പ്, ബി, എ ഷാർപ്പ്, ബി, എ ഷാർപ്പ്, ബി, അല്ലേ എന്നുള്ളതാണ് ഇത്, ഈ നോട്ടുകൾ. അതായത് എ ഷാർപ്പും ജി ഷാർപ്പും. അതിന് ശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാട്ട്. സോ ഇത്രയാണ് പല്ലവി പാട്ട് എന്ന് പറയുന്നത്. സോ കീപ്പ് ഓൺ ലേണിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.